10 മണിക്കുള്ള പ്രോഗ്രാമിന് രാവിലെ 7 മണിക്ക് മക്കളെ എല്ലാവരും വിളിച്ചുണർത്തി ഇവരെ മേക്കപ്പ് ഒക്കെ ചെയ്യിപ്പിച്ച് ഒരു 9:30 ഞങ്ങൾ വേഗം ഇറങ്ങി. അങ്ങനെ 10 മണിക്ക് കൃത്യം തന്നെ സ്കൂളിലെത്തി. അവിടെ എത്തിയപ്പോഴാണ് ഞങ്ങളൊരു കാര്യം മനസ്സിലാക്കുന്നത്. പ്രോഗ്രാമിൻ്റെ ടൈം തന്നിട്ടുള്ളത് 1:30 ഞങ്ങളെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ള മിസ്റ്റേക്ക് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ പോയിട്ടില്ലായിരുന്നു. എന്തായാലും ഒരു 1:30 വരെ സമയം കളയാൻ വേണ്ടിയിട്ട് അവിടുന്ന് എന്തൊക്കെയോ ചെയ്തു. മക്കളെ ഫോട്ടോസൊക്കെ എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവരുടെ ഈ ഒരു പ്രോഗ്രാം ഡേറ്റ് വന്നത് വളരെ പെട്ടെന്നായിരുന്നു. ഓഗസ്റ്റിലേക്കായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും ജൂലൈയിൽ 24-ന് 25-ന് ഇവരുടെ ഡേറ്റ് വന്നു. അതുകൊണ്ട് തന്നെ അധികം എനിക്ക് പഠിപ്പിക്കാനൊന്നും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും എൻ്റെ മാക്സിമം ഞാൻ ഇവരുടെ 3 പേരുടെ മേലും കാണിച്ചിട്ടുണ്ട്. ഇതിൽ പ്രത്യേകം എടുത്തു പറയുന്നത് ലക്ഷ്യനാണ്. ലക്ഷ്യ വളരെയധികം എഫേർട്ട് എടുത്തിട്ടുണ്ട്. കാരണം 5-6 ദിവസമേ അവിടെ നല്ല രീതിക്ക് പ്രാക്ടീസും കാര്യങ്ങളും അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. 3 പേരും നല്ല രീതിക്ക് കളിച്ചു. ചില്ലി എനിക്ക് 2nd പ്രൈസും തീർത്ത് എനിക്ക് 3rd പ്രൈസും വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇവർ 3 പേരും ഇവരുടെ മാക്സിമം എഫേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ എൻ്റെ എഫേർട്ട് എനിക്ക് എടുക്കാൻ പറ്റിയെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവർക്ക് 3 പേർക്ക് എന്താ ഒരേ കോസ്റ്റ്യൂമെന്ന് ചിന്തിക്കുന്നവരോട് ഇവർ 3 പേരും ഞാൻ തന്നെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ ഇവർ ഒരുമിച്ചാണ് കോമ്പറ്റീഷൻ ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ചില്ലുവിനും തീർത്തേക്കും ഒരേ കോസ്റ്റ്യൂം ഏകദേശം ഒരു സോങ്ങും ആയിരിക്കണം എന്നുള്ളത്. അതുപോലെ ലക്ഷ്യം വന്നപ്പോൾ ലക്ഷ്യക്കും ഞാൻ ഈ ഒരു കോസ്റ്റ്യൂം തന്നെ വെച്ചു. അത് വെക്കാനുള്ള റീസണും എനിക്കുണ്ട്. കാരണം ഇവർ 3 പേര് ഒരുമിച്ചാണ് കോമ്പറ്റീഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ മൈൻഡിൽ ഇനി ഒരു കമ്പാരിസൺ വേണ്ടാന്ന് വെച്ചിട്ട് തന്നെയാണ് ഒരേ കോസ്റ്റ്യൂമും ഏകദേശം ഒരേ സോങ്ങും വെച്ചിട്ടുള്ളത്. ഇഷ്ടമുള്ള ജോലിയിൽ ഇത്രയും എഫേർട്ട് ഇടാൻ നമുക്ക് താല്പര്യം വരുന്നത് നമുക്ക് ഇതുപോലത്തെ ഉള്ള റിസൾട്ടുകളാണ്. എന്നെ സംബന്ധിച്ച് ഇവരെല്ലാവരും എനിക്ക് നല്ല രീതിക്ക് റിസൾട്ടുകൾ തരുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ, ബൈ ബൈ.